പ്രമേഹ രോഗ പരിപാടിയായ ഡോക്ടർ JK's ഡയബി ടോക്സിലെ എക്സർസൈസ് പാർട്ട് 6 എന്ന 18ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട്. പുതിയ ട്രെൻഡായ സോളിയസ് പുഷപ്സ് എന്ന പ്രമേഹ നിയന്ത്രണത്തിലുള്ള വ്യായാമത്തെക്കുറിച്ചും കൂൾ ഡൗൺ യോഗയുടെ ബാക്കിയായ സൂര്യ നമസ്കാരവുമാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഒരു ശരാശരി ഇന്ത്യക്കാരൻ ഒരു ദിവസം 9 മുതൽ 10 മണിക്കൂർ വരെ ഇരിക്കുകയാണെന്നാണ് വിവിധ സർവേകൾ വ്യക്തമാക്കുന്നത്. അതായത് ഉറങ്ങുന്നത് കഴിഞ്ഞുള്ള 16 മണിക്കൂറിൻ്റെ 62%. ഈ സെഡന്ററിസം പ്രധാനമായും ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, ഡിമെൻഷ്യ ഉൾപ്പെടെയുള്ള വിവിധ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതുകൊണ്ടാണ് സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ പാഴാക്കുന്ന വിലപ്പെട്ട സമയം പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗത്തെ തടയാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനുമുള്ള ഫലപ്രദമായ ഒരു വ്യായാമം ചെയ്യാമെന്ന് കേൾക്കുന്നത് ഒരു അത്ഭുതമൊന്നുമല്ല. എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവർക്കും IT മുതലായ കൂടുതൽ സമയവും ഇരുന്ന് ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസിനും ഒരു സന്തോഷ വാർത്ത. ജോലിക്കിടയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന വളരെ ഫലപ്രദമായ ഒരു വ്യായാമമാണ് സോളിയസ് പുഷപ്സ്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ മാർക്ക് ഹാമിൽട്ടന്റെ ഒരു പഠനമാണ് ഇത് വ്യക്തമാക്കിയത്. ഇവിടെ കാൽവെണ്ണയിൽ ഗാസ്ട്രോനീമിയസ് മസിലിന് ഉള്ളിലുള്ള ഒരു മസിൽ ആണ് സോളിയസ്. നിൽക്കുന്നതിനും നടക്കുന്നതിനും ബാലൻസ് നിയന്ത്രിക്കുന്നതിനുമുള്ളതാണ് ഈ സോളിയസ് മസിൽ. ഈ പേശിയെ തുടരെ ചലിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഷുഗർ കുറയുന്നത് ഉൾപ്പെടെയുള്ള ധാരാളം മെറ്റബോളിക് എഫക്ട്സ് ലഭിക്കും. കൊളസ്ട്രോളും BPയും ഒക്കെ കുറയും. മറ്റു പേശികളെ അപേക്ഷിച്ച് സോളിയസ് മസിൽ ടൈപ്പ് 1 അഥവാ സ്ലോ ട്വിച്ച് വിഭാഗത്തിൽപ്പെടുന്നു. കൺട്രാക്ഷന് വേണ്ടി ഗ്ലൈക്കോജന് പകരം നേരിട്ട് ഗ്ലൂക്കോസിനെയും ഫാറ്റിനെയും രക്തത്തിൽ നിന്ന് എടുക്കുന്നതിനാൽ ഈ ഗ്ലൂക്കോസിനെയും ഫാറ്റിനെയും കുറയ്ക്കുന്നതിന് പുറമെ എത്ര സമയം ചെയ്താലും ഫറ്റീഗ് ഉണ്ടാവുകയുമില്ല. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കാം. നമ്മൾ ഇരിക്കുമ്പോൾ 2 കാൽപാദങ്ങളും അകറ്റി വച്ച് കാൽ വിരലുകൾ നിലത്ത് അമർത്തി ഉപ്പൂറ്റി ഉയർത്തുക. ഇത് ഇരിക്കുമ്പോഴൊക്കെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുക. പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർഗ്ലൈസീമിയ, അതായത് ഭക്ഷണത്തെ തുടർന്ന് കൂടുന്ന ഗ്ലൂക്കോസിനെ 52% വരെ ഇത് കുറയ്ക്കുന്നു. കൊളസ്ട്രോളിനെയും വെയിറ്റിനെയും കുറയ്ക്കും. മറ്റ് വ്യായാമങ്ങളെക്കാളും കൂടുതൽ പ്രയോജനമുള്ളതാണ് എന്നാണ് പഠനത്തിൽ തെളിഞ്ഞത്. പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർഗ്ലൈസീമിയ ഹാർട്ട് അറ്റാക്ക് ഉൾപ്പെടെയുള്ള കാർഡിയോവാസ്കുലർ ഡിസീസിന് മുഖ്യ കാരണമാണെന്ന് അറിഞ്ഞിരിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കാലനക്കിയാൽ ഇത്രയും പ്രയോജനമുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും അല്ലേ? ഇന്നു മുതൽ ഇതെല്ലാവരും ചെയ്യുമെന്ന് പ്രത്യാശിക്കുന്നു. ജോലി തിരക്കിനിടയിൽ സോളിയസ് പുഷപ്സ് മറന്നുപോകാതിരിക്കാൻ നടത്തേക്ക് പറഞ്ഞ പോലെ പിയർ പ്രഷർ വേണ്ടിവരും. അതായത് അടുത്തിരുന്ന് ജോലി ചെയ്യുന്ന സുഹൃത്തിനോട് ഇടയ്ക്കിടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറയാൻ മറക്കരുത്. ഒരു കാര്യം മറന്നുപോകരുത്, ശരിയായ എയറോബിക്സിനും വെയിറ്റ് ട്രെയിനിങ്ങിനും പകരമല്ല ഇത് പറയുന്നത്. ഇവയോടൊപ്പവും ജോലി തിരക്ക് മൂലം സമയം കിട്ടാത്തവർക്കും പിന്നെ മടിയന്മാർക്കുമാണ് സോളിയസ് പുഷപ്സ്. ഈ കഴിഞ്ഞ എപ്പിസോഡിലെ കൂൾ ഡൗൺ യോഗയുടെ ബാക്കിയായ സൂര്യ നമസ്കാരം എങ്ങനെ ചെയ്യാമെന്ന് പറയാം. മടിയില്ലാത്തവർക്കും യോഗ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയാണ് ഏറെ പ്രയോജനമുള്ള ഈ യോഗ. ഇവിടെ 12 യോഗ പോസസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലൊന്ന് പ്രണാമാസന അഥവാ പ്രേയർ പോസ്. സൂര്യന് അഭിമുഖമായി നിന്ന് കൈകൂപ്പി ദീർഘശ്വാസം എടുത്ത് വിടുക. 2 ഹസ്ത ഉത്താനാസന അഥവാ റൈസ്ഡ് ആം പോസ്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി പരമാവധി പിന്നിലേക്ക് വളഞ്ഞ് കൈയിലേക്ക് നോക്കുക. 3 പാദഹസ്താസനം അഥവാ ഹാൻഡ് ടു ഫുട്ട് പോസ്.
ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ് കൈ കാലിന്റെ വശങ്ങളിൽ വയ്ക്കുക. 4. അശ്വസഞ്ചലനാസന, ദ ഇക്വസ്ട്രിയൻ പോസ്. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ പിന്നിലേക്ക് എടുത്ത് കൈകൾ ഇടത് കാലിന്റെ ഇരുവശത്തിലും വച്ച് തല ഉയർത്തുക. 5. സന്തോലനാസന അഥവാ ബാലൻസിംഗ് പോസ്. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാൽ പിന്നിലേക്ക് എടുത്ത് പാദങ്ങൾ ചേർത്ത് വെച്ച്. 6. 8 ലിംബ്ഡ് സല്യൂട്ടേഷൻ ഓർ അഷ്ടാംഗ നമസ്കാരം. ശ്വാസം വിട്ടുകൊണ്ട് കമിഴ്ന്ന് കൈകുത്തി കാൽ, മുട്ട്, നെഞ്ച്, നെറ്റി ഇവ നിലത്ത് തൊട്ട് കിടക്കുക. 7. കോബ്ര അഥവാ ഭുജംഗാസന. ശ്വാസമെടുത്ത് കൈകളിൽ അരക്കെട്ടിനു മേൽ ശരീരമുയർത്തി നിൽക്കുക. 8. പർവ്വതാസന അഥവാ മൗണ്ടൻ പോസ്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി നടു ഉയർത്തി മല പോലെ നിൽക്കുക. ശ്വാസം എടുക്കുക. നേരത്തെ ചെയ്ത അശ്വസഞ്ചലനാസന, ദ ഇക്വസ്ട്രിയൻ പോസ്. 10. പാദഹസ്താസന, ഹാൻഡ് ടു ഫുട്ട് പോസ്. 11. ഹസ്ത ഉത്താനാസന, റൈസ്ഡ് ആം പോസ്. 12. പ്രണാമ ആസന അഥവാ പ്രേയർ പോസ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രമേഹ രോഗത്തിലെ മറ്റ് വ്യായാമങ്ങളായ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള പുതിയ വീഡിയോകളുമായി ഉടനെ എത്താം. നന്ദി, നമസ്കാരം.